പ്രായം ഏതുമാകട്ടെ, വിദ്യാഭ്യാസം ഏതുമാകട്ടെ, നിങ്ങൾക്കും കമ്പ്യൂട്ടർ പഠിക്കാം. CSE അക്കാദമി കേന്ദ്ര സംസ്ഥാന സർക്കാർ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയാണ് CSE കോമൺ സർവീസ് സെന്റർ. പഠനശേഷം ജോലി ഉറപ്പ്. നിലവിൽ CSE, അക്ഷയ, മറ്റ് ജനസേവന കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും സ്വന്തമായി ബിസിനസ് സ്ഥാപനം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രത്യേക പരിശീലനം. പഠനശേഷം ജോലി ഉറപ്പ്. ഞങ്ങളുടെ സവിശേഷതകളും ഞങ്ങളുടെ കോഴ്സുകളും. ഒരു മാസം, 3 മാസം, 6 മാസം എന്നീ രീതികളിലാണ് ഞങ്ങളുടെ കോഴ്സുകൾ. നിങ്ങളൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ കൂടെ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ. സുപ്രീം CSE അക്കാദമി, 3rd floor, സൗഹൃദ ആർക്കേഡ്, വടക്കാഞ്ചേരി. ഫോൺ 8590803536 9400478768. അത്താണി വ്യവസായ എസ്റ്റേറ്റിലെ അനധികൃത മരമുറി വിജിലൻസ് അന്വേഷിക്കണം. വ്യവസായ എസ്റ്റേറ്റിൽ സിഡ്കോയുടെ പ്ലോട്ട് അനുവദിച്ച സ്ഥലത്തും പൊതുസ്ഥലങ്ങളിലും നിന്നിരുന്ന തേക്ക്, വേങ്ങ തുടങ്ങിയ മരങ്ങൾ സിഡ്കോയുടെയോ വനം വകുപ്പിന്റെയോ അനുമതിയില്ലാതെ മുറിക്കുകയും സിഡ്കോയുടെ തന്നെ റോഡിനരികിലുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് രാത്രിയിൽ കടത്താൻ ശ്രമിക്കുകയാണുണ്ടായത്. മാസങ്ങളായി മുറിച്ചിട്ട മരങ്ങൾ സംബന്ധിച്ച് തൊട്ടടുത്ത കമ്പനിക്കാർ സിഡ്കോയ്ക്ക് പരാതി നൽകിയപ്പോഴാണ് വിവരം എല്ലാവരും അറിയുന്നത്. ലക്ഷങ്ങൾ വില വരുന്ന മരങ്ങളാണ് ഇത്തരത്തിൽ അനധികൃതമായി കടത്താൻ ശ്രമിച്ചത്. സംഭവത്തെക്കുറിച്ച് സമഗ്രാന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവുമായ K. അജിത് കുമാർ ആവശ്യപ്പെട്ടു. അത്താണി സിഡ്കോ വ്യവസായ പാർക്കിലെ ഗേറ്റിന് മുന്നിലാണ്, ഗേറ്റിൻ്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് തേക്ക്, വേങ്ങ തുടങ്ങിയിട്ടുള്ള മരങ്ങൾ ഇവിടെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് മുഴുവൻ ഇവിടെ വ്യവസായ സിഡ്കോൻ്റെ ഇതിൽ നിന്ന് ആളുകൾക്ക് നൽകിയ സ്ഥലത്ത് നിന്നിരുന്ന മരങ്ങളും റോഡിൽ നിന്നിരുന്ന മരങ്ങളും ഒക്കെയാണ് ഇവിടെ മുറിച്ചിട്ടുള്ളത്. ഈ മുറിച്ചിട്ടത് മുഴുവൻ അനധികൃതമായിട്ടാണ്. ഇവിടുത്തെ മരം മുറിക്കണമെങ്കിൽ സിഡ്കോനെ അറിയിക്കണം, അനുമതി വാങ്ങണം, ഫോറസ്റ്റിൻ്റെ വാല്യുവേഷൻ എടുക്കണം, എന്നിട്ട് അതിന് ശേഷം മാത്രമാണ് മുറിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇത് അനധികൃതമായി മുറിച്ച് ഇവിടെ സിഡ്കോൻ്റെ തന്നെ സ്ഥലത്ത് കൊടുത്തിട്ട് സൂത്രത്തിൽ ഇവിടുന്ന് കടത്താനുള്ള ശ്രമം നാട്ടുകാർ എല്ലാവരും ചേർന്ന് പരാജയപ്പെടുത്തിയതാണ്. അപ്പോൾ അത് ഇപ്പോൾ വാർത്ത വന്നപ്പോഴാണ് ഇപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് ഇതിൻ്റെ വാല്യുവേഷൻ തയ്യാറാക്കുന്നത്. വാല്യുവേഷൻ തയ്യാറാക്കിയാൽ 18% ഫോറസ്റ്റിനും 5% സിഡ്കോനും അടയ്ക്കണമെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. അപ്പോൾ 1 രൂപ, 10-15 ലക്ഷം രൂപ സർക്കാരിന് കിട്ടേണ്ട പണം ഇല്ലാതാക്കിയിട്ട് ആണ് ഇപ്പോൾ സൂത്രത്തിൽ ഇവിടുത്തെ മരം കൊള്ള നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ ആളുകൾ ഇടപെട്ടതുകൊണ്ട് അത് നടന്നില്ല. പത്രവാർത്തയെ മറ്റ് ചാനലുകളും വാർത്ത വന്നതോടുകൂടി ഇവിടെ ഇന്ന് ഫോറസ്റ്റുകാർ എത്തിയിട്ടുണ്ട്. ഫോറസ്റ്റുകാർ ഇപ്പോൾ അളവെടുക്കുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ തീർച്ചയായും പൊതുമുതൽ ഇങ്ങനെ കിടക്കുന്നതൊക്കെ എത്രയോ ഇതിപ്പോൾ ആളുകൾ അറിഞ്ഞതുകൊണ്ട് ഇത് വാർത്തയായി. അതല്ലെങ്കിൽ ഒരുപാട് ഈ സിഡ്കോയും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് മേഖലകളിൽ പൊതു സ്വത്ത് കൊള്ളയടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. അപ്പോൾ അടിയന്തരമായി പ്രദേശത്തെ ഇത്തരം കാര്യങ്ങൾ ഒരു സോഷ്യൽ ഓഡിറ്റ് നടത്തി ഇത്തരം കാര്യങ്ങൾ ചെയ്ത ആളുകൾക്കെതിരെ കർശന നടപടി എടുക്കണം. അവരിൽ നിന്ന് ഈ തട്ടിക്കൊണ്ടുപോയ സാധനങ്ങൾക്കൊക്കെ വില ഈടാക്കി പിഴ ഈടാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു വിജിലൻസ് അന്വേഷണവും സുതാര്യമായി നടത്തി ഇതിന് നടപടിയെടുക്കണം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ